ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഇത് എരമല്ലൂരുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെർ ചാനൽ 100 വാട്ട്സ് RMS കിട്ടുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ പവർ ഓൺ ആൻഡ് ഓഫ് സ്വിച്ചിന് വേണ്ടിയിട്ട് മൈക്രോ സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ബ്രാൻഡഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുള്ള എല്ലാ ആംപ്ലിഫയറിലും മൈക്രോ സ്വിച്ചാണ് നോർമലി കൊടുക്കാറുള്ളത്. നോർമൽ സ്വിച്ച് വേണ്ടവർക്ക് ആ രീതിയിലും ചെയ്തു കൊടുക്കാറുണ്ട്. മോഡ് സെലക്ഷന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു സ്വിച്ചും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ റിമോട്ട് മിസ് ആവുകയോ റിമോട്ടിൻ്റെ ബാറ്ററി ഡൗൺ ആവുകയോ വല്ലതും ചെയ്താൽ അത്യാവശ്യം മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്ട്രാ സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. USB ബോർഡ് അനൗൺസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു USB ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. ഇതിൽ 3 ഓക്സിലറി ഇൻപുട്ട് കണക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്സിലറി ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്, മൈക്ക് ഔട്ട്പുട്ട് അടക്കം നമുക്ക് നമ്മുടെ പക്കൽ വേറെ ആംപ്ലിഫയറോ ഹോം തിയേറ്ററോ ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഓഡിയോ ഔട്ട്പുട്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിൽ 2 മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത്. സ്പീക്കർ സോക്കറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണക്ടറാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കാം. ട്രാൻസ്ഫോർമർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞ് ചെയ്യിക്കുന്ന ട്രാൻസ്ഫോർമറാണ് ഉപയോഗിക്കാറുള്ളത്. ഷോപ്പുകളിൽ നിന്നും മേടിക്കുന്ന ട്രാൻസ്ഫോർമർ കൂടുതലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് കിട്ടാറില്ല. ഇതിൽ 27027 8 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോർമറാണ് കൊടുത്തിട്ടുള്ളത്. ഈ 3 റിലേ വെച്ചാണ് സ്വിച്ചിങ് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സ്വിച്ചിങ് സർക്യൂട്ടിൻ്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ട്രാൻസ്ഫോർമറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആംപ്ലിഫയർ സെക്ഷനിലേക്ക് 4700 മൈക്രോഫാരഡിൻ്റെ 6 കപ്പാസിറ്ററുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് VMമീറ്ററിൻ്റെ ബോർഡാണ്. തോഷിബ 52001N43 പെയറായിട്ട് വരുന്ന ട്രാൻസിസ്റ്റർ ബോർഡാണ് ഇതിൽ സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബാസ്റ്റർ ബോർഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ ബാസ്റ്റർ ബോർഡാണ്. കൂടാതെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ പ്രൈസും കാര്യങ്ങളുമെല്ലാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.